ബിജേടാ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ അല്ലെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ആക്രിയം സിനിമയിലെ കഥാപാത്രം പോലെ സിനിമയിലെ കഥാപാത്രം പോലെ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് പ്രേക്ഷകർ ഏറ്റവും കൂടി ഞെട്ടിയ ഗരുഡലിന്റെ ആ കഥാപാത്രമുണ്ട്. അപ്പം സുരേഷ് ചേട്ടനായിട്ട് പോലീസ് സ്റ്റേഷൻ നടക്കുന്ന ചേട്ടൻ സൈക്കോ മോഡിലേക്ക് പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. പ്രേക്ഷകരെ ഏറ്റവും കൂടി ഞെട്ടിച്ച തലവലില് അതേപോലെ പ്രേക്ഷകർ ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രമാണോ? ഒരു കഥാപാത്രം മാത്രമായിട്ടല്ല തലവൻ, നല്ലൊരു ഫയറുള്ളൊരു സ്റ്റോറിയാണ് ആക്ച്വലി. പിന്നെ അതിലത്തെ സീൻസ് എല്ലാം ഇൻവെസ്റ്റിഗേഷനായിട്ട് കണക്റ്റഡ് ആണ്. രണ്ട് ഒരേ സ്റ്റേഷനിലുള്ള 2 പേര് ഇൻവോൾവ് ആണ് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ഫയർ ഉണ്ട്. ഓരോ സീൻ ടു സീൻ പോകുന്നത് ഓൾമോസ്റ്റ് നമ്മൾ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഗ്രാഫും പേസും ഒക്കെ ഫിലിം നമുക്ക് അഭിനയിച്ചുകൊണ്ടിരുന്നു. സ്ക്രിപ്റ്റുള്ളതിനേക്കാൾ എനിക്ക് ജസ്റ്റ് ഒരുപാട് ഈ പെർഫോം ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഡയലോഗ്സും എൻ്റെ ഒരു ടെമ്പോ ഏരിയയിലൊക്കെ നന്നായിട്ട് മാറ്റാം. അങ്ങനെ ഓരോ സീനിനും ആവശ്യമില്ലാത്തൊരു സീൻ ഈ മൂവിയിലില്ല. ഒരു സീൻ അടുത്ത എന്താണെന്ന് അറിയാണ്ട് ഒരു ആകാംക്ഷ കൊണ്ടുപോകുന്ന രീതി പെർഫോമൻസ് ആണ്. എല്ലാ സീനും പെർഫോം ചെയ്യേണ്ട സീൻസ് തന്നെയാണ്. ലൈറ്റ് സീൻസ് വളരെ കുറവാണ് ആക്ച്വലി സിനിമയിൽ. എല്ലാ സീൻസിലും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കഥ പറയുമ്പോൾ അടുത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ബിജുചേട്ടനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാനൊരു 2.5 മണിക്കൂർ ഇരുന്ന് ഫുൾ അത് കേട്ടതിന്റെ കാര്യം. ഒരു സീൻ ടു സീൻ പോകുമ്പോൾ നമുക്ക് അടുത്ത് കേൾക്കാൻ തോന്നുന്നു. കഥ പറയുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഒരുപടി മോഡിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്.